പതിമൂന്നാമത് കേരള സംസ്ഥാന സബ് ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ കപ്പടിച്ച് തിരുവനന്തപുരവും ആലപ്പുഴയും. ആൺകുട്ടികളുടെ മത്സരം തിരുവനന്തപുരത്തും പെൺകുട്ടികളുടെ മത്സരം കണ്ണൂരിലുമാണ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം GV രാജ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന കേരള ഹോക്കി സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ ആലപ്പുഴയെ പരാജയപ്പെടുത്തിയാണ് തലസ്ഥാന ജില്ലയുടെ നേട്ടം. കണ്ണൂർ ജില്ല 3-ാം സ്ഥാനത്തും തൃശൂർ ജില്ല 4-ാം സ്ഥാനത്തും എത്തി. ചാമ്പ്യൻഷിപ്പിന്റെ സമാപന പരിപാടിയിൽ വിജയികൾക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും കേരള ഹോക്കി പ്രസിഡന്റുമായ V. സുനിൽകുമാർ സമ്മാനദാനം നൽകി. പരിശീലകരായ ശശികുമാർ, ജയകുമാർ, തിരുവനന്തപുരം ജില്ലാ ഹോക്കി സെക്രട്ടറി അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് പ്രതീഷ് ജോൺസൺ മാഷ് എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ അങ്ങാടിക്കടവ് ഡോൺ ബോക്സോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന സംസ്ഥാന സബ് ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ ജില്ല ചാമ്പ്യന്മാരായി. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ 2-നെതിരെ 6 ഗോളുകൾക്ക് മലപ്പുറം ജില്ലയെ പരാജയപ്പെടുത്തിയാണ് ആലപ്പുഴ വിജയകിരീടം ചൂടിയത്. കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് PM അഖിൽ സമ്മാനദാനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാനും കോളേജ് പ്രിൻസിപ്പലുമായ ഫാദർ ഫ്രാൻസിസ് കാരക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ KV ഗോകുൽദാസ് സ്വാഗതം പറഞ്ഞു. കേരള ഹോക്കി ജനറൽ സെക്രട്ടറി CT സോജി മുഖ്യ അതിഥിയായി. കോളേജ് മാനേജർ ഫാദർ ജോയി ഉള്ളാട്ടിൽ, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ റോയി ഐസക്, കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ബാബു പന്നേരി, സ്പോർട്സ് കൗൺസിൽ നിരീക്ഷകൻ ദാമോദരൻ മാസ്റ്റർ, ഹോക്കി കേരള ട്രഷററും മുൻ അന്തർദേശീയ ജൂനിയർ ഹോക്കി താരവുമായ K. നിയാസ് എന്നിവർ സംസാരിച്ചു. കോളേജ് കായിക വിഭാഗം മേധാവി D. അർജുൻ നന്ദി പറഞ്ഞു.